എത്ര വലിയ കൊലപാതകവും ചെയ്യാം. 90 വയസ്സായ മുത്തശ്ശിയെ വേണമെങ്കിലും അവന്മാർക്ക് ബലാത്സംഗം ചെയ്യാം. 5 വയസ്സുകാരിയായിട്ടുള്ള 2 വയസ്സുകാരിയായിട്ടുള്ള കൊച്ചു കുട്ടികളെ വേണമെങ്കിലും അവർക്ക് റേപ്പ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഒരു ശിക്ഷയും കിട്ടില്ല അവർക്ക്. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് പറയാനുള്ളത് ഷഹബാസിന്റെ മരണത്തെക്കുറിച്ചാണ്, കൊലപാതകത്തെക്കുറിച്ചാണ്. കോഴിക്കോടുകാരനായ ഷഹബാസ് എന്ന് പറയുന്ന 15 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ സമപ്രായക്കാരായിട്ടുള്ള 5 വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായിട്ട് തല്ലിച്ചതച്ച് കൊന്നുകളഞ്ഞ കേസിനെ കുറിച്ച്. ഷഹബാസിന്റെ ചെവിക്ക് മുകളിൽ തലയോട്ടി പിളർക്കുന്ന ഒരടി, നെഞ്ചക്ക് കൊണ്ടുള്ള ഒരു അടി കൊണ്ടാണ് ഷഹബാസ് മരണപ്പെട്ടത്. ആ ഒരു അടി മാത്രമല്ല, എത്രയോ തവണ ആ 5 പേരും ചേർന്ന് അതിനു മുമ്പ് ഷഹബാസിനെ ഇഞ്ചി ചതയ്ക്കും പോലെ ചതച്ചു. അപ്പൊ ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് നടത്തപ്പെട്ട ഒരു കൊലപാതകത്തെ വളരെ സീരിയസോടുകൂടിയാണ്, വളരെ പ്രാമുഖ്യത്തോടു കൂടി തന്നെയാണ് ഈ മാധ്യമങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പത്രമാധ്യമങ്ങളും TV ചാനലുകളും ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ ആളുകളും ഇത് വളരെ പ്രാധാന്യത്തോടെ ഈ ഒരു കേസിനെ പറ്റി പറയുന്നു, സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ ഒരു കൃത്യം, ഈ ഷഹബാസിനെ കൊന്നത്, ഈ പറഞ്ഞ 5 സഹപാഠികൾ ചേർന്ന് കൊന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കോടതികളുടെയും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകളുടെയും കണ്ണിൽ ഇതൊരു വലിയ തെറ്റൊന്നുമല്ല. കാരണം ഇപ്പോഴും നമ്മുടെ ജുവനൈൽ നിയമമനുസരിച്ച് ഈ പറയുന്ന 5 കുറ്റവാളികൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് 15 വയസ്സ് പ്രായമുള്ള അവർക്ക് പരമാവധി ഒരു 3 വർഷം, 18 വയസ്സ് വരെ ജുവനൈൽ ഹോമിൽ താമസിക്കേണ്ടി വരും. എങ്ങനെ? കേസ് തെളിയിക്കപ്പെട്ടാൽ. അവരാണ് കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ജുവനൈൽ ഹോം വാസമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാനുള്ള നിയമവ്യവസ്ഥയില്ലാത്തൊരു നാടാണ്. മകന് നീതി കിട്ടണമെന്ന് ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട ഇക്ബാൽ, നിങ്ങൾക്കോ ഷഹബാസിനോ നീതി തരാൻ വേണ്ടി മാത്രം സജ്ജമായിട്ടുള്ള കരുത്തുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല. ഇക്ബാൽ നീതി വേണം എന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകന്റെ മരണത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ ഈ കുറ്റം ചെയ്ത വിദ്യാർത്ഥികൾക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനം ഈ ജുവനൈൽ നിയമത്തിലില്ല. ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന 17 വയസ്സുകാരൻ ഇന്നും സുഖമായി ജീവിക്കുന്ന ഒരു നാടാണ്. നമ്മൾ പറയും ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ഏറ്റവും വലിയ നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യം എന്നൊക്കെ പറയും. ഇതാണ് ഏറ്റവും വലിയ നിയമവ്യവസ്ഥ എങ്കിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. എനിക്ക് ഒരു വ്യക്തിയോട് അതീവ വൈരാഗ്യമുണ്ട്, അവനെ ക്രൂരമായി കൊലപ്പെടുത്തണം എന്ന് എനിക്കൊരാഗ്രഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ 18 വയസ്സ് തികയാത്ത ഒരു ക്രിമിനലായിട്ടുള്ള ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരു യുവാവിനെ എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റിയാൽ എനിക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അവന് വലിയ ശിക്ഷ കിട്ടില്ല, എന്നെ ശിക്ഷിക്കാൻ കോടതികൾക്ക് കഴിയില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം നിലവിലുള്ളത് കൊണ്ട് മിക്കവാറുമുള്ള ഈ ക്രിമിനലുകൾ, വളരെ പഴക്കമുള്ള ക്രിമിനലുകൾ പല കേസുകൾക്കും ഉപയോഗിക്കുന്നത് കുറ്റവാളികളാണ്. എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ്. ഈ മയക്കുമരുന്നും മറ്റ് സംഭവങ്ങളൊക്കെ കടത്താനായിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഈ 17-16 വയസ്സുള്ള യുവാക്കളെയാണ്, അല്ലെങ്കിൽ യുവതികളാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിടിക്കപ്പെട്ടാലും അവർക്ക് വലിയ ശിക്ഷകൾ കിട്ടില്ല. പിടിക്കപ്പെട്ടാലും വലിയ ശിക്ഷകൾ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു നിയമ സംവിധാനം നിലവിലുള്ളപ്പോൾ ഈ ആളുകൾ ഇതല്ലേ ഇതിനപ്പുറം വലിയ ക്രൂരകൃത്യങ്ങളും ചെയ്യും. ഈ ഷഹബാസിനെ കൊന്ന ആ 15 വയസ്സുകാരായിട്ടുള്ള ആ കുട്ടികളുടെ വാട്സപ്പ് സന്ദേശങ്ങളൊന്ന് കേട്ടു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ അവരെത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്ന്. അതിലൊരാൾ പറയുകയാണ്, നമുക്കിതിന് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല, അവൻ ചത്തുപോയാലും അവൻ മരണപ്പെട്ടാലും വലിയ ശിക്ഷയൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല, കാരണം നമ്മൾ വിദ്യാർത്ഥികളല്ലേ. അതിലൊരാൾ പറയാണ്, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, കണ്ടില്ലേ കണ്ടില്ലേ, ഇതിന് ഞങ്ങൾക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ടടാ. കൂടെയുള്ള ഈ കുറ്റവാളികളോട്, ക്രിമിനലുകളോട് അതിലൊരാൾ പറയാണ്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഇതിന് നമുക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. ശരിയാണ്, അവന്റെ അറിവ് ശരിയാണ്, ഇതിന് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ശിക്ഷയൊന്നും കിട്ടാത്ത നാടാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് കോടതികൾക്കല്ല, നിയമവ്യവസ്ഥയ്ക്കല്ല, പൊളിറ്റീഷ്യൻസിനല്ല, പത്രമാധ്യമങ്ങൾക്കല്ല. ഇവിടെ നഷ്ടപ്പെടുന്നത് ഈ ഷഹബാസിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മകനെ നഷ്ടപ്പെടുന്നു. ഷഹബാസിന് അവന്റെ ജീവിതം നഷ്ടപ്പെടുന്നു. ഇനി ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ മാറണ്ടേ എന്ന് ചിന്തിച്ചാൽ അങ്ങനെയൊന്നും മാറില്ല. കാരണം
അഥവാ ഇത് മാറ്റപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയോ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയൊക്കെ മകനെയോ മകളെയോ ഇതേപോലെ കൊല്ലപ്പെടണം. 18 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ക്രൂരമായി അങ്ങനെയുള്ള ഏതെങ്കിലും ഹൈലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ മക്കളെ കൊല്ലുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഈ നിയമങ്ങൾ മാറപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യതകളുള്ളൂ. അല്ലെങ്കിൽ ഈ നിയമങ്ങളൊന്നും മാറപ്പെടില്ല, നിയമങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും. 15 വയസ്സുകാരനോ 16 വയസ്സുകാരനോ 17 വയസ്സുകാരനോ എത്ര ക്രൂരകൃത്യവും ചെയ്യാം, എത്ര വലിയ കൊലപാതകവും ചെയ്യാം. 90 വയസ്സായ മുത്തശ്ശിയെ വേണമെങ്കിലും അവർക്ക് ബലാത്സംഗം ചെയ്യാം. 5 വയസ്സുകാരിയായിട്ടുള്ള 2 വയസ്സുകാരിയായിട്ടുള്ള കൊച്ചു കുട്ടികളെ വേണമെങ്കിലും അവർക്ക് റേപ്പ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഒരു ശിക്ഷയും കിട്ടില്ല അവർക്ക്. അതാണ് നമ്മുടെ നാട്, അതാണ് നമ്മുടെ നിയമം. ഈ നിയമങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുന്നത് വരെ നമുക്ക് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും